മിക്കവരും കേട്ടിട്ടില്ലാത്ത ഒരു പേരാണ് കിശുമം. എന്തിൻ്റെ പേരാണെന്ന് ആർക്കെങ്കിലും പറയാമോ? അതൊരു സ്ഥലപ്പേരാണ്, കേരളത്തിലെ ഒരു സ്ഥലം. ഈ സ്ഥലത്ത് നമ്മെപ്പോലെ ചിലർ ജീവിക്കുന്നു. അവരുടെ കഥയാണ് സമകാലികം ഇനി പറയുന്നത്. സീതാന്വേഷണത്തിനിടെ ശബരി ആശ്രമത്തിലെത്തിയ രാമനോട് ശബരിയാണ് കിഷ്കിന്ധയിൽ ചെന്ന് സുഗ്രീവനെ കാണാൻ നിർദ്ദേശിച്ചത്. ശബരി ആശ്രമത്തിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ പമ്പ സരിത്താണ്. അവിടെ നിന്ന് പടിഞ്ഞാറേക്ക് പോയാൽ കിഷ്കിന്ധയിലെത്താം. ശബരി പറഞ്ഞ വഴിയിലൂടെ വന്നാൽ നാം എത്തുന്നത് ഈ മലമുകളിലാണ്. ഈ മലയ്ക്ക് ഇന്ന് പേര് കിശുമം. പഴയ കിഷ്കിന്ധയാണ് കിശുമമെന്ന് പഴമക്കാർ പറയുന്നു. ഏതായാലും ഇന്നിവിടെ ഉള്ളത് കാടിറങ്ങിയ കുറെ ആദിവാസികളും കാടു കയ്യേറിയ കുറെ കുടിയേറ്റക്കാരുമാണ്. ഈ കുന്നിനു താഴെ പമ്പയാറ്റിനക്കരെ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകൾ കൂട്ടിമുട്ടുന്നു. പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് പഞ്ചായത്തിന്റെ ഭാഗമാണ് കിശുമം. പക്ഷേ ഇവിടത്തുകാർക്ക് സ്വന്തം ഗ്രാമത്തിന്റെ ആസ്ഥാനമായ പെരുന്നാട്ടിലെത്തണമെങ്കിൽ ഇടുക്കി, കോട്ടയം ജില്ലകളുടെ ഭാഗങ്ങളിലൂടെ ചുറ്റി 70 കിലോമീറ്റർ സഞ്ചരിക്കണം. ഇതിനേക്കാൾ എളുപ്പമാണ് കിശുമത്തുകാർക്ക് സ്വന്തം ജില്ലാ ആസ്ഥാനത്തെത്താൻ. താലൂക്ക് ആസ്ഥാനമായ റാന്നിയിലെത്താനും 55 കിലോമീറ്റർ കറങ്ങണം. ഞങ്ങളുടെ ഈ പ്രദേശത്തെ ആൾക്കാർക്ക് പെരുന്നാട് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് ബസ് സർവീസ് ഇല്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. എരുമേലി, റാന്നി വഴി 70 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം പഞ്ചായത്തിലെത്താനായിട്ട്. പമ്പാവാലി കേന്ദ്രീകരിച്ച് ഒരു പഞ്ചായത്ത് രൂപീകരിക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നിവേദനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഗവൺമെന്റിൽ നിന്ന് ഇതുവരെയും അതിനുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും ഇപ്പം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ പ്രദേശം പമ്പ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉള്ളതുകൊണ്ടാണ്. ഇവിടെ നിന്ന് തുലാപ്പള്ളിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പമ്പ സ്റ്റേഷനിലെത്താനായിട്ട്. അത് മുഴുവൻ ഫോറസ്റ്റ് ഏരിയയാണ്. സ്ത്രീകൾക്ക് ഒരു പരാതി കൊണ്ട് പമ്പ സ്റ്റേഷനിൽ പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്. ഞങ്ങൾ ഇവിടുന്ന് ഒരു പരാതി കൊണ്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പോലീസുകാർക്ക് ഇവിടെ വന്ന് അത് അന്വേഷിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട്. രാത്രിയിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുത്താൽ ആ രാത്രിയിൽ തന്നെ അവർക്ക് ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ബുദ്ധിമുട്ട്. കാട്ടാനയുടെയൊക്കെ ശല്യം കാട്ടിലുള്ള റോഡിലുള്ളതുകൊണ്ട് വന്ന് അന്വേഷിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എരുമേലിയിൽ നിന്ന് കാട്ടുവഴിയിലൂടെ നടന്നു വേണമായിരുന്നു ഇവിടെ എത്താൻ. പിന്നെ പമ്പാവാലി വരെ റോഡായി. അന്നും 7-8 കിലോമീറ്റർ നടക്കണമായിരുന്നു കിശുമത്തേക്ക്. പക്ഷെ ഇന്ന് തുലാപ്പള്ളി വരെ റോഡും ബസ്സുമുണ്ട്. ഇപ്പോൾ കിശുമത്തേക്കും ചെമ്മൺ റോഡായി. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായി ഇത് ടാറിടാനും പോകുന്നു. എങ്കിലും വൈദ്യുതി കിശുമത്തിന് 5 കിലോമീറ്റർ അപ്പുറം ഇവിടെ അവസാനിക്കുന്നു. നല്ല കുടിവെള്ളത്തിനും ഇവിടെ മാർഗമില്ല. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു പരിഗണനയോ ഒന്നും ഈ പ്രദേശത്തുണ്ടായിട്ടില്ല. ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ എല്ലാവരും സംഘടിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ ഈ പ്രദേശത്തുണ്ടായ വികസനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൂ. പാലവും റോഡുകളും ഒക്കെ ജനങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് സംഘടിച്ചതിന്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ പ്രദേശത്തിന്റെ വികസനങ്ങൾ, ഇപ്പോൾ കാണുന്ന വികസനങ്ങളൊക്കെ. വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് കറണ്ട് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ശ്രമിക്കുകയാണ്. ഓരോ ഗവൺമെന്റ് മാറി വരുമ്പോഴും കറണ്ട് തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെയായിട്ടും കറണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഓലപ്പുരയിൽ വരെ ഫോണുണ്ട്. CM സ്റ്റീഫൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് പ്രത്യേക പദ്ധതിയിൽ അനുവദിച്ചതാണിത്. എക്സൈസുകാരുടെ വരവും മറ്റും അറിയാനുള്ള സംവിധാനമാണ് ചിലർക്ക് ഫോൺ. ചിലർക്ക് പുറത്തേക്ക് വിളിക്കേണ്ട ആവശ്യം തന്നെയില്ല. അപ്പോൾ ഫോൺ ബില്ലുണ്ടാവില്ല. പഴയ നിക്ഷേപത്തിന്റെ പലിശയായി കുറച്ച് പണം ഇങ്ങോട്ട് തരാം എന്ന കത്താവും വരിക. സിനിമാ തിയേറ്റർ അങ്ങ് ദൂരെ എരുമേലിയിലേ ഉള്ളൂ. ജനറേറ്റർ വെച്ച് വീട്ടിൽ ലൈറ്റ് കത്തിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു കുന്നിൻ നെറുകയിൽ. അവിടെ ഒരു ടിവിയും. ഞായറാഴ്ച തോറും ജനറേറ്ററും ടിവിയും താഴെ മൂലക്കയം ജംഗ്ഷനിൽ കൊണ്ടുവച്ച് നാട്ടുകാരെ ദൂരദർശൻ